നമസ്കാരം. ഡെന്റൽ സ്പെഷ്യൽ സീരീസിന്റെ എപ്പിസോഡ് നമ്പർ 2 എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പേഷ്യന്റ് ഡൗട്ട് ഇതാണ്: ഡോക്ടർ, എൻ്റെ ഒരു പല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ബാക്കിലെ പല്ലാണ്. എനിക്കതിനൊരു ഈസ്തറ്റിക് ഇഷ്യൂ ഇല്ല, ചിരിക്കുമ്പോഴൊന്നും പ്രശ്നമില്ല, അതിന്റെ ഫങ്ഷണൽ ഇഷ്യൂസ് എല്ലാം ഓക്കെ ആണ്, എനിക്ക് എല്ലാം കടിക്കാനും ചവയ്ക്കാനും എല്ലാം കഴിയുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ആക്ച്വലി ഒരു പ്രശ്നമില്ല, അതുകൊണ്ട് ഞാനത് റീപ്ലേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, അതൊരു പ്രോബ്ലം ആണോ എന്നുള്ളതാണ്. ഉത്തരം ഇതാണ്: തീർച്ചയായിട്ടും അതൊരു പ്രോബ്ലം ആണ്. അതായത് ഒരു പല്ല് നഷ്ടപ്പെടുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് ഒരു ഫങ്ഷണൽ ഇഷ്യൂസ് ഒന്നും തോന്നിയെന്ന് വരത്തില്ല, യാതൊരു പ്രോബ്ലം ഇല്ലാത്ത പോലെ തോന്നും. എന്നാൽ സ്ലോലി എന്ത് സംഭവിക്കും? ആ പല്ല് മിസ് ആയ ഏരിയയിലേക്ക് പല്ലിന്റെ നെയ്ബറിലുള്ള പല്ലുകൾ, അതായത് ഫ്രണ്ടിലും ബാക്കിലുമുള്ള പല്ലുകൾ സ്ലോലി ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ മേലത്തെ ആർച്ചിലാണെങ്കിലും താഴത്തെ ആർച്ചിലാണെങ്കിലും ഓപ്പോസിറ്റ് ആർച്ചിലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പല്ല്, താഴത്തെയാണ് പോയിരിക്കുന്നെങ്കിൽ അതിന് നേരെ മുകളിലുള്ള പല്ല്, മേലത്തെ ആണെങ്കിൽ അതിന് നേരെ താഴെയുള്ള പല്ല്, അത് ആ സ്പേസിലേക്ക് ഇറങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഇനീഷ്യലി പല്ലുകളുടെ ഇടയിലുള്ള സ്പേസ് ആയിട്ടാണ് അത് ആരംഭിക്കുക. നിങ്ങൾക്ക് ഭക്ഷണം കയറുന്നത് മാത്രമായിരുന്നു ഇഷ്യൂ എങ്കിൽ ഗ്രാജുവലി അത് നിങ്ങളുടെ ഈസ്തറ്റിക്സിനെ ബാധിക്കും. പല്ലുകളുടെ ഇടയിലെല്ലാം ഡയസ്റ്റീമ ഫോം ചെയ്യാനായിട്ട് തുടങ്ങും, അതായത് അത്യാവശ്യം വലിയ വിസിബിൾ ആയിട്ടുള്ള ഗ്യാപ്പുകൾ ഫോം ചെയ്യാനായിട്ട് തുടങ്ങും. അതിനേക്കാളും വലിയ ഒരു പ്രശ്നം വരുന്നത് നിങ്ങളുടെ ബൈറ്റ് ഷിഫ്റ്റ് ആകും. നിങ്ങൾ അത്രയും നാളും ചവയ്ക്കുന്ന നിങ്ങളുടെ റെഗുലർ ആയിട്ടുള്ള രീതി ചേഞ്ച് ആയി മറ്റൊരു ബൈറ്റിലേക്ക് മാറും. അത് നിങ്ങൾക്ക് ഒരു ട്രോമയിൽ ചെന്ന് അവസാനിക്കാം. ആ ട്രോമ നിങ്ങളുടെ ഈ രണ്ട് ജോയിന്റ്, ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ്, ഈ ജോയിന്റിന്റെ ഇഷ്യൂസിൽ ചെന്ന് അവസാനിക്കാം. ഇനി ചിലർ പറയും ഒരു സൈഡിലെ പല്ലിനാണ് പ്രശ്നമുള്ളൂ, മറ്റേ സൈഡിലെ പല്ലെല്ലാം ഉണ്ട്, അപ്പൊ അതുകൊണ്ട് എന്റെ റൈറ്റ് സൈഡിൽ പല്ലില്ല ഡോക്ടർ, അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ ചവയ്ക്കുന്നത്, അത് എനിക്കൊരു പ്രശ്നമില്ല എന്നൊക്കെ പറയും. അത് ഒരു വലിയ പ്രശ്നമാണ്. എഗെയിൻ ഈ ടെമ്പറോ മാൻഡിബുലർ ജോയിന്റിന്റെ ഇഷ്യൂയിലേക്ക് അത് അവസാനിക്കും. കാരണം നിങ്ങൾ ഒരു സൈഡ് മാത്രം ഫങ്ഷണലായി കഴിയുമ്പോൾ മറ്റേ സൈഡില് പല്ലുകൾ കേടാവാനും സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ചൂ ചെയ്യുമ്പോഴാണ് പല്ല് ഓട്ടോമാറ്റിക്കലി ക്ലീൻ ആവുന്നത്. നമ്മൾ ഫൈബർ ഫുഡൊക്കെ കടിച്ച് ചവയ്ക്കുമ്പോൾ പല്ല് ഓട്ടോമാറ്റിക്കലി ക്ലീൻ ആവുന്നുണ്ട്. ആ ഒരു പ്രോസസ് ഇല്ലാതിരിക്കും. പ്ലസ് നിങ്ങളുടെ ഈ ജോയിന്റ് വർക്ക് ചെയ്യാതിരിക്കും, ജോയിന്റിന് സഫീഷ്യന്റ് മൂവ്മെന്റ് ലഭിക്കാതിരിക്കും. ഈ സൈഡില് നമ്മൾ ഉപയോഗിക്കുന്ന സൈഡിലെ ജോയിന്റിൽ ഓവർലോഡ് വരികയും ചെയ്യും. അങ്ങനെ ഡിസ്പ്ലേസ്മെന്റോ അല്ലെങ്കിൽ ക്ലിക്കിങ് അതുപോലെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മൗത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ലോക്കായി പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ പല്ല് റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് ഒരു ചെറിയ സംഭവമല്ല, അത് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് നിങ്ങളെല്ലാവരും കൊടുക്കണം. എസ്പെഷ്യലി നിങ്ങൾ യങ് ആണെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നിങ്ങൾക്ക് മോണരോഗം ഉണ്ടെങ്കിലോ, നിങ്ങൾക്ക് മോണരോഗത്തിന് ഓൾറെഡി ഡയഗ്നോസ് ചെയ്തിരിക്കുന്ന ഒരു പേഷ്യന്റ് ആണ്, നിങ്ങൾക്ക് സെക്കൻഡ് ഓർ തേർഡ് സ്റ്റേജ് മോണരോഗം ആണ്, അതിന്റെ കൂടെ ഒരു പല്ലും കൂടി മിസ്സായിട്ട് നിങ്ങളത് റീപ്ലേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ടൂത്ത് മൈഗ്രേഷൻ ഒരു പാത്തോളജിക്കൽ ടൂത്ത് മൈഗ്രേഷനിൽ ചെന്ന് അവസാനിക്കാം. ഓൾറെഡി മോണരോഗം ഉള്ള ആളുകൾക്ക് പാത്തോളജിക്കൽ മൈഗ്രേഷൻ ഉണ്ടാകും. അതിന്റെ കൂടെ അതായത് പാത്തോളജിക്കൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ പല്ല് റൊട്ടേറ്റ് ചെയ്യുക, പല്ല് പൊസിഷൻ ചേഞ്ച് ചെയ്യുക, അതിന്റെ നാച്ചുറൽ പൊസിഷനിൽ നിന്ന് മൂവ് ആവുക, അത്രയുള്ള അർത്ഥം. അപ്പോ ഓൾറെഡി മറ്റൊരു പല്ല് നഷ്ടപ്പെടുകയും കൂടെ ചെയ്താൽ ഇതിന്റെ ആക്കം കൂടി സ്പീഡില് നിങ്ങൾക്ക് പെട്ടെന്ന് നേരത്തെ പല്ലുകളെല്ലാം നഷ്ടപ്പെട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഏജിലേക്ക് വരാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പല്ല് റീപ്ലേസ് ചെയ്യുന്നത് അതിന്റെ ഇമ്പോർട്ടൻസിൽ എടുക്കുക. പല്ല് റീപ്ലേസ് ചെയ്യുന്നത് ഒരു ബർഡനായിട്ട് കാണാതിരിക്കുക. കൂടുതൽ സംശയങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം എനിക്ക് കമന്റിൽ അറിയിക്കുക. നമുക്ക് ഫ്യൂച്ചർ എപ്പിസോഡ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.